ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഡ്രീം ജേണിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ചാനലിൽ 1,00,000 മേലെ വ്യൂ പോയിട്ടുള്ള ആ ഒരു ഗാർഡൻ ടൂറിൻ്റെ മൊത്തം വീഡിയോ ആയിട്ട് വന്നേക്കണേ കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോയിൽ എനിക്ക് ഫുള്ളെല്ലാം കാണിക്കാൻ പറ്റിയിരുന്നില്ല. നമുക്ക് ഒരു 10-12 മിനിറ്റാണെന്നുള്ള ഞാൻ കാണിച്ചേക്കണേ. അതുകൊണ്ട് അതിൽ കുറച്ച് ചെടികളുടെ വിശേഷങ്ങളും അത് നട്ടേക്കണം ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അന്ന് കണ്ടത് ഫുൾ പകലുള്ളൊരു വ്യൂ ആയിരുന്നു. ഇന്ന് ആ രാത്രിയുള്ളൊരു ഫീൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് രാത്രി എടുത്തിട്ടുള്ളൊരു ക്ലിപ്പാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെടികൾക്ക് എങ്ങനെ പറഞ്ഞാലും രാവിലെ ആയാലും രാത്രിയായാലും 2 ഫേസ് ഉണ്ട് അല്ലേ. നമുക്ക് രാത്രി കുറച്ചും കൂടി ഒരു ഭംഗിയിൽ ആ ലൈറ്റൊക്കെ ഇട്ട് അതിനെ കാണാൻ പറ്റുമ്പോൾ കുറച്ചും കൂടി സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ രാത്രി എടുത്ത ഈ ഒരു ക്ലിപ്പിൽ നിന്നാണ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഈ വീഡിയോ ഇടാൻ കാരണം പാഴ്വസ്തുക്കളോടാണ് മിക്കതും ഈ ചെടി നടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, ഇവിടെ മേളിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കണ്ടിട്ട് വരണം. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ചെടിച്ചട്ടി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നല്ല, ചെടിച്ചട്ടിനെക്കാട്ടിയും പാഴ്വസ്തുക്കൾ, അതായത് പൊട്ടിയ കലമുണ്ട്, പിന്നെ ചിരട്ടുണ്ട്, കുപ്പികളുണ്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു ഗാർഡൻ ചെയ്തിരിക്കുന്നത്. ടർട്ടിൽ വൈനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും പല ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തൂക്കാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ കേട്ടോ ഈ കുപ്പിയിലൊക്കെ ആയാലും ഞാൻ വിചാരിച്ചിരുന്ന 10 മണിപ്പൂവാണ് കൂടുതൽ നടണമെന്നാണ്. പക്ഷേ ഇവിടെ സ്പൈഡർ പ്ലാന്റ് കുറേ എനിക്ക് പേരറിയാത്ത കുറേ പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട്. ഈ ഒരു ഗാർഡൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് തൂക്കിയേക്കണത് നമ്മുടെ ഡ്രസ് വർക്ക് ചെയ്യില്ലേ, അതിലുണ്ടായിരുന്ന ഒരു കമ്പി മിച്ചം വന്നപ്പോൾ ആ കമ്പി ഇവിടെ പിടിപ്പിച്ചിട്ട് അതിലാണ് ഇതെല്ലാം മൊത്തത്തിൽ, അതായത് ഈ ഒരു വീടിൻ്റെ ഈ ഒരു സൈഡ് ഫുൾ ആ ഒരു കമ്പിക്ക് നീളമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മുതൽ ഇപ്പുറത്തറ്റം വരെ ഇങ്ങനെ പല പല ചെടികളായിട്ട് ഒരുപാട് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടി പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇലയുടെ കളർ മാറുന്നത്, എൻ്റെ റെഡാണ് ഉണ്ടായിരുന്നത്, ഇവിടെ ഉള്ളത് പിങ്കാണ്. പിന്നെ കുറേ ഹാങ്ങിങ്ങിൽ ക്രീപ്പിംഗ് ഉണ്ട്, ടേർട്ടിൽ വൈൻ ഉണ്ട്, പിന്നെ ആ ഒരു ചെടിയുടെ പേര് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ കുറേ പല വിധത്തിലുള്ള ഹാങ്ങിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗാർഡൻ ടൂറിൽ കണ്ട ആ ഒരു ഏണി പറഞ്ഞിരുന്നല്ലോ, പണ്ടത്തെ തറവാടിൻ്റെ പൊളിച്ചെടുത്തിട്ട് പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ അതും ഇതേപോലെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്, രാത്രി കാണാൻ ഒരു സ്പെഷ്യൽ ഭംഗിയുണ്ട്. ഇവിടെ എന്തായാലും പല മോഡലിലായിട്ട് ഭംഗി കൂട്ടി വെച്ചേക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ടേർട്ടിൽ വൈനാണ് കേട്ടോ. ആ ഒരു പർപ്പിൾ ടേർട്ടിൽ വൈന് ആണ് കൂടുതലും ഇങ്ങനെ ഉണ്ട പോലെ. പിന്നെ ഗ്രീനുണ്ട് കേട്ടോ. ഗ്രീൻ എന്ന് വെച്ചാൽ പല ചിരട്ടയിലിട്ടിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ വലിയ ഹാങ്ങിങ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതായിരിക്കുമല്ലോ അല്ലേ. ഇത് ഇവിടെ തന്നെ സെറ്റ് ചെയ്തെടുത്ത ഒരു നല്ലൊരു വെർട്ടിക്കൽ ഗാർഡനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏണിയുടെ എന്നല്ല കേട്ടോ, ഇവിടെ കാണുന്ന മിക്ക ഐഡിയാസും ഞാൻ എൻ്റെ വീട്ടിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കും ഒരു ഏണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ തറവാടിൽ നിന്ന് തന്നെ ഒരു ഏണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളർ ചെയ്ത് അതിലൊക്കെ ചെടിച്ചട്ടി വെക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഇങ്ങനെ നിൽക്കണേണ്. എന്തായാലും ടേർട്ടിൽ വൈൻ ആളൊരു കേമന ഉണ്ടാവും. നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞില്ലേ. ഇവിടെ തന്നെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇവർ പല രീതിയിലായിട്ട്. അതും നമുക്കിങ്ങനെ ഹാങ്ങിങ് കാണാത്തതുകൊണ്ട് പൊട്ടിയ ചട്ടിയിലായാൽ പോലും നമുക്കിത് നടന്നുകൊണ്ട് പ്രശ്നമില്ല. ചിരട്ടയിലിടാം, പിന്നെ കുപ്പി, എന്ത് ഇത് വേണമെങ്കിലും നമുക്ക് നട്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല. അതിങ്ങനെ ഫുൾ കവർ ചെയ്ത് വരുമ്പോൾ കാണൂലല്ലോ. അപ്പോൾ ശരിക്കും പാഴ്വസ്തുക്കളോട് നമുക്ക് ഗാർഡൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കേട്ടേക്കണത് ഇവരെന്തായാലും ചെയ്തിട്ടുണ്ട്. കുപ്പി കണ്ടു, ചിരട്ട കണ്ടു, അതേപോലെ തന്നെ പൊട്ടിയ കലം കണ്ടു. ഇനിയിപ്പോൾ ഓടാണ് കേട്ടോ. റയാനു, ഇതെന്തിനാ വെച്ചേക്കണത് ഇവിടെ? അവിടെ ചെടി നട്ടിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചേക്കണത്? ഓക്കേ. ഏറ്റവും കൂടുതലുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു ടർട്ടിൽ വൈനും ബോർഡർ ഗ്രാസും വന്നു കേട്ടോ. ബോർഡർ ഗ്രാസും പല രീതിയിലായിട്ട് ഇങ്ങനെ നട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ സെറ്റ് ആവണം.
അപ്പോൾ പൊതുമടലിലൊക്കെ ഇങ്ങനെ ഓർക്കിഡൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബോർഡർ ഗ്രാസ് ഇരിക്കുന്നത് ഇവർ പണ്ടത്തെ വീടിൻ്റെ ആ ഒരു വരാന്തയിൽ ഉണ്ടാവുന്ന ഒരു സംഭവമില്ലേ, കോൺക്രീറ്റ് ചെയ്തേണ്ടല്ലോ, അലൂമിനിയത്തിൻ്റെ ഒരു സാധനം, അതിൻ്റെ ഗ്യാപ്പിലാട്ടോ ആ ഒരു ബോർഡർ ഗ്രാസ് ഒക്കെ ഉള്ളത്. അതിൻ്റെ താഴെയും ഇതേപോലെ കുപ്പികളിൽ ടേർട്ടിൽ വൈനൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്പുറത്തോട്ട് മണ്ണായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ശരിക്കും കാണാൻ പറ്റാത്തത്. എല്ലാം വളർന്നു തന്നെ ഉള്ളൂ. പിന്നെ ആ ഒരു ബോർഡർ ഗ്രാസിൻ്റെ ബാക്കിലോട്ട് നോക്കി അവിടെയും ഒരു കൊമ്പിൽ നിറയെ ചട്ടികളും ചിരട്ടയൊക്കെ തൂക്കിയിട്ട് അതിലൊക്കെ ചെടികൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതേപോലെ ബോർഡറായിട്ട് വെക്കണോണ്ട് തന്നെ ആയിരിക്കുമല്ലേ ഈ ഗ്രാസിന് ബോർഡർ ഗ്രാസ് എന്നുള്ള പേര് വന്നത്. കാരണം മിക്ക സ്ഥലത്തും നമുക്ക് ബോർഡറായിട്ട് ഇങ്ങനെ എൻഡ് ലൈനായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് ബോർഡർ ഗ്രാസ്. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് ഒരു മിനി പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഇലകൾക്കൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കണേണോ, ചുരുണ്ട് കൂടി ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വര പോലെ ഉണ്ടായിട്ട്. ചെടിയുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ, വളരെ കുറച്ച് പേരുകൾ മാത്രമേ എനിക്കറിയുള്ളൂ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇക്ക പറഞ്ഞു തന്നിരുന്നു, എന്താണ് ഓൾട്ടർനേറ്റ. എനിക്കിവിടെ മുറിവെട്ടിയുടെ ഒക്കെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ. ഉണ്ടോ, ഓട് വെച്ചിട്ടായാലും ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ചെടിച്ചട്ടി വാങ്ങിക്കേണ്ട. എനിക്കും ഇതേപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മടി അങ്ങോട്ട് തന്നെ സമ്മതിക്കണില്ല. എല്ലാം കാണുമ്പോൾ ആയിരിക്കും ചെയ്യണം എന്ന് ഓർക്കും, പക്ഷെ അതിൻ്റെ മേലെ പ്രയോറിറ്റി ഉള്ള വേറെ പണി വരുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ സെക്ഷനിലോട്ട് നമുക്ക് ഒരിക്കൽ കൂടി പോകാട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും ടേർട്ടിൽ വൈനൊക്കെ തന്നെയാണ്. ടേർട്ടിൽ വൈൻ പക്ഷെ വയസ്സായി തുടങ്ങിയെന്ന്, കാരണം മുകളിലത്തെ അതൊക്കെ ഇത്തിരി മങ്ങി ഇത്തിരി കൊഴിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രീപ്പിംഗ് നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട കാര്യം മറ്റേ പാമ്പ് ചേട്ടൻ വരും എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ ഈ അടുത്ത് നെറ്റിലൊക്കെ ഇതായിട്ടുള്ളൊരു ഫോട്ടോ കണ്ടില്ലേ, ടേർട്ടിൽ വൈൻ്റെ ഉള്ള ഒരു പാമ്പ് ഇരിക്കണത്. എനിക്ക് ആ ഫോട്ടോ കണ്ടേ പിന്നെ കുറച്ച് പേടിയായി തുടങ്ങി. ഇങ്ങനെ വീടിന് ചേർന്ന് വെക്കുമ്പോൾ അതൊക്കെ ഇരുന്നാലും നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊക്കെ ചെക്ക് ചെയ്യുക. ചെടി ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി അല്ലേ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ കാണുന്ന സെക്ഷനൊക്കെ നമ്മുടെ പോർച്ചിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കണുണ്ട്. അതായത് മുകളിൽ ആ കമ്പി വെച്ചിട്ടില്ലേ, കമ്പിയുടെ താഴെയായിട്ട് വരും ഈ ഒരു ചെടികളൊക്കെ. അഗ്ലോണിമയും ഡംകെയിനൊക്കെ ആണെന്ന് തോന്നൂല്ലേ ഇത്. ഈ ഡംകെയിനൊക്കെ വിഷമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. ഈ ഒരു ചെടി കണ്ടിട്ട് നമ്മുടെ കുളത്തിലൊക്കെ ഉണ്ടാവില്ലേ മറ്റേ ആമ്പലിൻ്റെ ഒക്കെ ചെടി, അതുപോലെ എനിക്ക് തോന്നിയിട്ട്. അങ്ങനത്തെ എല്ലാം എനിക്കറിയാം, എനിക്ക് വലിയ വിവരമൊന്നുമില്ല, എന്നാലും നമുക്ക് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുമല്ലോ. പിന്നെ അഗ്ലോണിമൻ എനിക്കിപ്പോൾ തിരിച്ചറിയാം കേട്ടോ, ഒരു റെഡ് കളർ, കാരണം നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അഗ്ലോണിമ നന്നായിട്ട് അറിയാം. പിന്നെ ഡംകെയിൻ അറിയാം. പിന്നെ ചെടികളുടെ കുറച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിനാണ് ഞാൻ പേരുകളൊക്കെ പഠിച്ചത്. അതിന് മുമ്പ് എനിക്ക് ഒരു പേര് അറിയാൻ പാടില്ലായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ അല്ല കേട്ടോ. അതായത് ഇപ്പോൾ ഒരു 100 ചെടികളുണ്ടെങ്കിൽ അതിലൊരു 5 ചെടിയുടെ പേര് അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ ഒരു പേരറിയില്ല അറിയുള്ളൂ. ഇപ്പോൾ ഈ ചെടിയൊക്കെ ഒരു പച്ച ചെടിയൊക്കെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് പേരൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. കുപ്പിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളയണ കുപ്പിയാണെന്ന് പറയൂല അല്ലേ. ഈ ഒരു ചെടിയുടെ പേര് അങ്ങനെ മറക്കൂല എന്നുണ്ടോ. എന്നിട്ട് എലിഫൻറ്റ് ഇയർ അലൊക്കേഷ്യ അങ്ങനെ കണ്ടല്ലേ പറയാം. കാരണം അലൊക്കേഷ്യയാണ്, പക്ഷേ എലിഫൻറ്റ് ഇയർ എന്നും കൂടെ പറയുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും പറയൂല ആനയുടെ ചെവി പോലെയൊക്കെ നിൽക്കണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുപ്പിയിൽ 10 മണിയാണ് നടാന്നായിരുന്നു കേട്ടോ എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഞാനിങ്ങനെ ഉമ്മയുടെ അടുത്തായാലും പറയുമായിരുന്നു 10 മണി അടുത്തായാലും കിട്ടുകയാണെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് കുപ്പിയിലിട്ട് നല്ല ഭംഗിയായിരിക്കും. എപ്പോഴും പൂവൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് പൂവൊക്കെ ഉണ്ടാവുന്ന രീതിയിലൊക്കെ കുപ്പിയിൽ നിറയെ 10 മണിയൊക്കെ കിട്ടിയിട്ടൊക്കെ നട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നട്ട് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചകിരിച്ചോറും ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു. എനിക്ക് കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിൽ വേറെ ചെടികൾ നടാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും. ഇതേപോലെ സ്പൈഡർ പ്ലാന്റ് ഇതൊക്കെ ഇവിടെ നിന്ന് കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് ഇവിടെ നിന്നാണ് കേട്ടോ കിട്ടിയത്. കാരണം കൂടുതലായിട്ടും കണ്ടേക്കണ 10 മണി തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി സ്പൈഡർ പ്ലാന്റ് ഒക്കെ നട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ കണ്ടിട്ട്.
അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസം, നല്ല എന്താ പറയുക, ഒതുങ്ങി നിൽക്കണം പോലെ. ഒതുങ്ങി എന്ന് പറയാൻ പറ്റൂല അല്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ആര് കണ്ടാലും നോക്കി പോണ വിധത്തിലാണ് ഇത് അവിടെ നിന്നിരുന്നത്. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ലെഫ്റ്റിൽ കാണുന്നത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, ആ ഒരു ഓറഞ്ച്. അപ്പോൾ ഒരു സൈഡിലായിട്ട് നമ്മുടെ പണ്ടത്തെ രാജാവായിട്ട് വിലസിയിരുന്ന റോസാപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അധികമില്ല, ഒരു 2-3 ചെടിച്ചട്ടിയിലായിട്ട് നിൽപ്പുണ്ട്. പിന്നെ എനിക്ക് അറേഞ്ച് ചെയ്തേക്കണത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെടിയുടെ ഇതാണ് കേട്ടോ. നടുക്ക് ടേർട്ടിൽ വൈൻ വെച്ചിട്ട് അതിന് ചുറ്റും നിൽക്കുന്ന ചെടിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തെങ്കിലും കളറൊക്കെ മാച്ച് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ടാ ഇതും കണ്ടപ്പോൾ. പിന്നെ വീടിൻ്റെ ഒരു കോർണറിലായിട്ട് അടീനിയ നിൽപ്പുണ്ട്, കുറേ സിങ്കോണിയ നിൽപ്പുണ്ട്. സിങ്കോണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പാമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റാറുണ്ടെന്നാണ് എൻ്റെ കസിൻ പറഞ്ഞത്. സിങ്കോണിയ ആയതുകൊണ്ട് പാമ്പ് വരുന്നല്ലാട്ടോ ഉദ്ദേശിച്ചത്, അതിങ്ങനെ കൂട്ടം കൂടി നിൽക്കല്ലേ, അങ്ങനെയുള്ളിടത്താണല്ലോ പാമ്പ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യത്തെ ഗാർഡൻ ടൂർ ക്ലിക്ക് ചെയ്യാനുണ്ടായിരുന്ന കാരണം ഈ ഒരു ഫോട്ടോയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തേക്കണ ഒരു ടേർട്ടിൽ വൈനിൽ കുത്തിയിട്ടാണ് 1.5 ലക്ഷം പേര് ആ ഒരു വീഡിയോ കണ്ടത്. എന്തായാലും ആ ഒരു വീഡിയോക്ക് 1.5 ലക്ഷം വ്യൂ തന്ന എല്ലാവർക്കും, ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഇനിയും വീഡിയോസ് കാണാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.